അപ്പൊ മോട്ടിവേഷൻ സ്പീക്കർ ഫിലിപ്പ് പമ്പാടിന്റെ ഇഷ്യൂ എല്ലാവരും ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും. പുള്ളി അത് സമ്മതിച്ചു എന്നാണ് ന്യൂസുകളിൽ പറയുന്നുള്ളത്. നമുക്ക് അതിൽ കേട്ടുള്ള അറിവ് മാത്രമാണ്. പിന്നെ അത് പുള്ളി തെറ്റ് ചെയ്തോ ഇല്ലേ വാട്ടെവർ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ തെളിയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 30 സെക്കൻഡ് റീലിലോ അല്ലെങ്കിൽ 15 സെക്കൻഡ് റീലിലോ ഒന്നും കാണുന്ന പോലെ ആയിരിക്കൂല ഒരാളും അത്രക്ക് ഈ മോട്ടിവേഷൻ വീഡിയോസ് ഇടുന്ന അത്ര വലിയ നന്മമരങ്ങളൊന്നും ആവണമെന്നില്ല ഇവരാരും റിയൽ ലൈഫിൽ. അതുപോലെ ഇപ്പൊ ഈ ഒരു ഫോണിൽ ഒരു 30 സെക്കൻഡ് മോട്ടിവേഷൻ വീഡിയോ ഇട്ട് എന്ന് വിചാരിച്ചിട്ട് അവരെടുത്തോട് നമ്മളെ മക്കളെ നമ്മൾ എന്തിനാണ് കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളത്? അപ്പൊ ഈ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ബിരുദമൊക്കെ എടുത്ത് ഇരിക്കുന്നവരൊക്കെ വെറുതെ ആണെന്നാണോ പറയുന്നത്? അങ്ങനെ കാരണം ഒരാളൊരു മോട്ടിവേഷൻ സ്പീച്ച് നടത്തി അല്ലെങ്കിൽ ലഹരിക്കെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ സ്കൂളിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന് ലഹരിക്കെതിരെ കുട്ടികളെ കുറെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാൾ അങ്ങ് കൗൺസിലിംഗ് ചെയ്യാനുള്ള എല്ലാം അയാൾക്ക് ഉണ്ടെന്നാണോ അതിന്റെ അർത്ഥം? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മക്കളെ നമുക്കൊരു എന്താ പറയാ ഒരു ഭയമില്ലേ? ഒരാളെടുത്തോട്ട് നമ്മളെ മക്കളെ അങ്ങ് വിടുന്നതിൽ ഒരു ഭയം തോന്നുന്നില്ല? പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ആൺകുട്ടികളെ പെൺകുട്ടികളൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. ആരും സേഫല്ല, ഒരു മക്കളും സേഫല്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മളെ പെൺകുട്ടികളെ എങ്ങനെ കൊണ്ടൊരാളെടുത്ത് ആക്കുന്നതിലൊന്നും ഒരു ഇത് തോന്നുന്നില്ല. കാരണം കോഴിക്കോടുള്ള കുട്ടിയാണ് കാസർഗോഡ് കൊണ്ടുപോയിട്ടാണ് ഇതാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്ര ദൂരം ഇയാളെ കൂടെ ആ കുട്ടീനെ ഒറ്റക്ക് വിടാൻ ഈ ഒരു പാരന്റ്സിന് ഒന്നും തോന്നിയില്ല. അതായത് പുറത്തുള്ള ഒരാളുടെ കൂടെ സ്വന്തം മോളെ അങ്ങനെ വിടുവോ? ആരെങ്കിലും ഏതെങ്കിലും ഒരു പാരന്റ്സിനെ അങ്ങനെ വിടാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടിയെന്നോ ആൺകുട്ടിയെന്നോ ഒന്നുമില്ല. എല്ലാവരും ഏത് മക്കളെയും പുറത്തോട്ട് തനിയെ വിടുന്നതിനും അല്ലെങ്കിൽ എല്ലാത്തിനും ഭയക്കേണ്ട ഒരു കാലാണിത്. അപ്പൊ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് അവർ ആ കുട്ടീനെ അയാളുടെ കൂടെ വിട്ടത്? ഈ ഒരു 30 സെക്കൻഡ് റീൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ചെന്നിട്ട് ഇയാൾ ലഹരിക്കെതിരെ കുറച്ച് പ്രസംഗിച്ചു, കുറച്ച് മോട്ടിവേഷൻ പ്രസംഗം അങ്ങ് നടത്തിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ പാരന്റ്സിന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നാണ്. കാരണം ഇങ്ങനെ സ്വന്തം മക്കളെ ഇങ്ങനെ മറ്റുള്ളവരുടെ കൂടെ വിടുന്നത് എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇനി അവരെന്നല്ല, ഇനി അങ്ങോട്ടുള്ള പാരന്റ്സിനോടാണെങ്കിലും ആരോടാണെങ്കിലും നമുക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഡോക്ടറെ കാണുക, കൗൺസിലിംഗ് തേടുക, ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ മോട്ടിവേഷൻ പറഞ്ഞ് നടക്കുന്ന ഇവരാരും കൗൺസിലിംഗ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഈ മോട്ടിവേഷൻ വീഡിയോ ഇടുക എന്ന് പറയുന്നത്. അയാൾ തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ മനസ്സിലാവും. തെളിയിക്കാതിരിക്കുമല്ലോ. കാരണം ഈ ഓവർ നന്മമരം കളിച്ച് നടക്കുന്നത് ആരൊക്കെയാണോ അവരൊക്കെ തകർന്നു വീണിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത്രയും പറയണമെന്ന് തോന്നി. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.